ജോലിയിൽ, ബിസിനസ്സിൽ, ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വർധനവുണ്ടാകണം, നാം അനുഗ്രഹിക്കപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനപരമായ ചില സന്ദേശങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൈമാറുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 13-ാമത് വാക്യം. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. അവനെ എന്ന് പറയുന്നത് കാലേബ് എന്ന് പറയുന്ന ദൈവത്തെ പൂർണ്ണമായി പറ്റി നിന്ന ആ മനുഷ്യനെ, ആ അപ്പച്ചനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. രണ്ട് പദങ്ങളാണ്. ഒന്ന് അനുഗ്രഹിച്ചു, രണ്ട് അവകാശമായി കൊടുത്തു. അനുഗ്രഹിക്കുന്ന വാക്ക് മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ടതിനെ അവകാശമാക്കുക, അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങളെ കൈവശപ്പെടുത്തുക, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ വിചാരങ്ങളെ അവകാശമായി മാറ്റണം. അവകാശികളായി നാം മാറുന്നത് എങ്ങനെയെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. പലവിധമായ ജീവിതത്തിലെ തിരക്കുകൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുന്നവരാണ്. എന്നാൽ അല്പനേരം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധ ഏകീകരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിന് വളരെ വ്യക്തമായി നമ്മോട് കൂടെ സംസാരിക്കുവാൻ കഴിയും. ഈ പകൽക്കാലം താങ്കൾ കേൾക്കുന്ന ഈ സത്യവചന ധ്യാനം താങ്കളുടെ ജീവിതത്തിന് നഷ്ടമായി വരികയില്ല. താങ്കളുടെ ജീവിതത്തിൽ നാളുകളായി ഉള്ള വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെടുക തന്നെ ചെയ്യും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ മോശ ആ സങ്കീർത്തനത്തിന് എഴുതുമ്പോൾ ഇപ്രകാരം ആ വാക്യങ്ങൾ പറയുന്നു: കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. അങ്ങനെയെങ്കിൽ അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. തലമുറയായി അനുഗ്രഹം പ്രാപിക്കണം. അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം എന്നറിയപ്പെട്ടു. ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നറിയപ്പെട്ടു. തലമുറകളിലേക്ക് അനുഗ്രഹം വരുവാൻ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, മക്കളെ, നിങ്ങളുടെ അപ്പന്മാരെ അനുസരിക്കണം. അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. നാം എല്ലാവരും അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ശപിക്കപ്പെട്ടവരല്ല. ഈ സന്ദേശം കേൾക്കുന്നവർ തകർച്ചയിലേക്ക് വിളിക്കപ്പെട്ടവരല്ല, മരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നാം ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അനുഗ്രഹം അവകാശമാക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ദൈവം അനുഗ്രഹം നൽകുന്ന ദൈവം, അനുഗ്രഹത്തെ അവകാശമാക്കി തരുന്ന ദൈവം. കാലേബിൻ്റെ മകൾ അക്സ ഒരിക്കൽ തൻ്റെ പിതാവായ കാലേബിനോട് ചോദിക്കുകയാണ്: എനിക്ക് വരണ്ടുള്ളതായ ദേശത്തെ തന്നു, ഉറവയില്ലാത്ത ഉണങ്ങിയ ദേശത്തെ തന്നിരിക്കുന്ന അവകാശമായില്ല, എനിക്ക് നീരുറവുള്ള ദേശത്തെ തരണമെന്ന് അക്സാൾ പ്രാർത്ഥിച്ചപ്പോൾ അപ്പൻ കൊടുക്കുവാനിടയായി. യാബേഷ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. യാബേഷ് തൻ്റെ ദൈവമായ യഹോവയെ നോക്കി അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. യാബേഷിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ അവൻ ദുഃഖത്തിൻ്റെ മകൻ, തൻ്റെ അമ്മ അവനെ വേദനയോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യാബേഷ് എന്ന പേരിട്ടു. ദുഃഖം ചുമക്കുന്ന ഒരു മനുഷ്യൻ, മാന്യനല്ല, നഷ്ടപ്പെട്ടവൻ, അല്ലെങ്കിൽ സഹോദരന്മാരുടെ നടുവിൽ എല്ലാത്തിലും ചെറിയവനായിരുന്ന യാബേഷ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിര് വലുതാക്കി, നിന്റെ കരം എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എന്നെ തൊടാതെ വണ്ണം പരിപാലിക്കണമേ. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി അവനെ അനുഗ്രഹിച്ചു. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. യാക്കോബ് എന്ന് പറയുന്ന ഇസഹാക്കിൻ്റെ മകനായ പൂർവ്വപിതാവ് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കാണാം.
കാണുവാൻ കഴിയും. അപ്പരായ അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു, യാക്കോബ് 12 മക്കളെയും അനുഗ്രഹിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ 14-1 ആമേൻ, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹത്തിൻ്റെ ഉടയവൻ ദൈവം മാത്രമാണ്. സകല അനുഗ്രഹങ്ങളും സകല നന്മകളും സകല വിധമായ ആമേൻ നന്മകളും വരുന്ന സ്ഥലം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു 1:17 ആമേൻ ഹല്ലേലൂയ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതെ, എല്ലാ നല്ല ദാനങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു. അത് പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? കാലേബിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാലേബിനെ യോശുവ അനുഗ്രഹിച്ചു. ആ ഹല്ലേലൂയ ഹെബ്രോനെ അവകാശമായി നൽകി. ഈ പകൽക്കാലം ഈ ചിന്ത കേൾക്കുന്ന, ഈ ദൂതിൻ്റെ മുൻപിൽ ഇരിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരായി മാത്രം നിൽക്കാതെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി അനുഗ്രഹത്തെ കൈവശമാക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ നൽകുമാറാകട്ടെ. അതിനുവേണ്ടി ഒരു 5 ചിന്തകൾ വേഗത്തിൽ കാലേബിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ. മോശെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏത് വിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയമോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിയുവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ 13-ാം അധ്യായത്തിൽ മോശെ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ നേതാവ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായ ദൈവമനുഷ്യൻ, അവൻ 12 ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രപിതാക്കന്മാരിൽ, ഗോത്രത്തിൻ്റെ നേതാക്കന്മാരിൽ, പ്രഭുക്കന്മാരിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട് ആ കാദേശ് ബർന്നേയാവിൽ നിന്ന് അവരെ കാനാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് അയക്കുകയാണ്. നിങ്ങൾ ദേശത്തെ ഒന്ന് പരിശോധിക്കണം. ദേശം എങ്ങനെയുള്ളത്, ദേശത്തിലെ വൃക്ഷങ്ങൾ എങ്ങനെയുള്ളത്, അവിടെ പാർക്കുന്ന ജനം എങ്ങനെയുള്ളത്, അവരെ നോക്കിയിട്ട് നിങ്ങൾ വന്ന് എനിക്ക് ആമേൻ നാം എങ്ങനെ പോയി ആ ദേശത്തെ അവകാശമാക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവായി ചിലത് കൊണ്ടുവരണമെന്ന് പറയുവാനിടയായി. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേർ. ആ 12 പേരിൽ യോശുവയും കാലേബും ഉണ്ടായിരുന്നു. യോശുവ എഫ്രായിം ഗോത്രത്തിൽ പെട്ടവൻ, കാലേബ് യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നവൻ. ഇങ്ങനെ 12 ഗോത്രങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 12 പേരുടെ നടുവിൽ യോശുവയും കാലേബും ഉണ്ടായിരുന്നു. അവർ 40 ദിവസങ്ങൾ ദേശത്തെ പരിശോധിച്ചു. ദേശത്തിൽ പോയി പലതും കണ്ടു. എന്നാൽ ഒരു കാലേബും മാത്രം മോശെ പറഞ്ഞ വാക്കനുസരിച്ച് ഫലവത്തായ മുന്തിരി അവർ ചുമന്നു കൊണ്ടുവരുവാനിടയായി. ദേശത്തെക്കുറിച്ചുള്ളതായ നല്ല വാക്കുകൾ പറയുവാനിടയായി. ഒന്നാമത്, അനുസരിക്കുന്ന ഒരു കാലേബിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. ആത്മീക നേതാവായ ദൈവത്തിൻ്റെ പ്രവാചകനായ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന മോശയിൽ കൂടെ വെളിപ്പെട്ട ആ ദൈവ ശബ്ദത്തെ കേട്ട് കാലേബ് അക്ഷരം പ്രതി അതുപോലെ തന്നെ അനുസരിക്കുവാനിടയായി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവാചകനായ സമൂവേലിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ നോക്കി പ്രകാരം പറഞ്ഞു. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ, അവൻ അനുസരണം യാഗത്തെക്കാൾ നല്ലത്. അതെ, അനുഗ്രഹം അവകാശമാക്കുവാൻ ഒന്നാമത്തെ പടിയെന്ന് പറയുന്നത് അനുസരിക്കണം. എന്തനുസരിക്കണം? ഒന്ന്, ദൈവത്തെ അനുസരിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് നാം ദൈവത്തെ ആരും കാണുന്നില്ല. ദൈവത്തെ നേരിട്ട് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവം
നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന് തുല്യമായ ഈ സത്യ ദൈവവചനത്തെ അനുസരിക്കണം. രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടണം. പാപത്തെ ഉപേക്ഷിക്കുവാൻ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കണം. ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. ഇത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഇത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. സ്നാനപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരുമ്പോൾ സ്നാനപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 2-5 ആമേൻ ശിഷ്യന്മാർ ആമേൻ ഹല്ലേലൂയ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം യേശുവിൻ്റെ അമ്മ മറിയ വേലക്കാരെ നോക്കി പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. അതെ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ്. പൂർവ്വപിതാവായ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണ് പാപം ലോകത്തിൽ വന്നത്. പാപത്തിൻ്റെ പരിണാമമായി ശാപം, ആമേൻ, രോഗം, കഷ്ടത, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിൽ ഇന്ന് അനുസരിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ ശാപത്തെ ദൈവം അനുഗ്രഹമായി മാറ്റും. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെ ദൈവം നന്മയായി മാറ്റുവാൻ ആമേൻ ഹല്ലേലൂയ അനുസരണമുള്ളവരായി തീരണം. ഒന്ന്, ദൈവവചനത്തെ അനുസരിക്കുക. 2, മാതാപിതാക്കളെ അനുസരിക്കുക. 3, നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക നേതൃത്വത്തെ അനുസരിക്കണം. അനുസരണം അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ്. രണ്ടാമത്, യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ കാലേബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ആമേൻ 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യേശുവയോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നില്ലയോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന കാലഘട്ടങ്ങളുണ്ട്. നമുക്ക് മുൻപിൽ ആമേൻ വഴികൾ അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. എന്ത് സംഭവിക്കുമെന്നറിയാതിരിക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാം തകർന്നു പോയ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയാതിരിക്കുന്ന സമയങ്ങളിൽ ദൈവം ഒരു പാട്ടിലൂടെ, ഒരു വചനത്തിലൂടെ, ഒരു പ്രവാചകനിലൂടെ, ഒരു ദൈവ ശബ്ദമായി നമ്മോട് ദൈവം സംസാരിക്കും. ജീവിതത്തിന്റെ പ്രതികൂല വേളകളിൽ ദൈവം നമ്മെ നോക്കി പറയുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. അതാണ് ഇവിടെ കാലേബ് പറയുന്നത്. കാദേശ് ബർന്നയിൽ വെച്ച് ആമേൻ നീയും ഞാനും ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവപുരുഷനായ മോശ മുഖാന്തരം നമ്മുടെ ദൈവമായ യഹോവ അരുളി ചെയ്ത ആ ആലോചനകൾ, ആ വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്താണ് വാഗ്ദത്തം? മറ്റ് 10 പേരെ പോലെ അല്ലാതെ കാലേബ് വേറൊരു ഹൃദയമുള്ളവനായി, വേറൊരു ആത്മാവുള്ളവനായി, ഉത്തമമായി ദൈവത്തിനെ പറ്റിപ്പിടിച്ചതുകൊണ്ട്, ദൈവത്തെ ആഴമായി സ്നേഹിച്ചതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഇവൻ നടന്ന് തിരിഞ്ഞ ദേശമായി ഹെബ്രോനെ ഞാൻ ആമേൻ അവനും അവൻ്റെ സന്തതിക്കും അവകാശമായി തരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ദൈവമായുള്ള ബന്ധത്തിൽ നാം അടിവരയിട്ട് പറയണം, അല്ലെങ്കിൽ നാം ഉറപ്പോടെ ധൈര്യത്തോട് പറയണം, ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ. 276 പേരോട് യാത്ര ചെയ്ത പൗലോസും ആമേൻ പടയാളികളും അതുപോലെ ആമേൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുവാനായി പിടിക്കപ്പെട്ട തടവുകാരുമായി യാത്ര ചെയ്ത ആ വലിയ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ പൗലോസ് ഇപ്രകാരം പറഞ്ഞ അപ്പോസ്തല പുസ്തകം ആമേൻ 26-ാം അധ്യായത്തിൽ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം ഞാൻ സേവിക്കുന്നവനും ഞാൻ ആരാധിക്കുന്നവനുമായ ദൈവം എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചതുപോലെ തന്നെ നടക്കും. അതേ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നാം വിളിച്ചു പറയേണ്ട ഒന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കാഴ്ചയാലല്ല, വിശ്വാസത്തോടുകൂടെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം തന്നെ സംഭവിക്കും. കാലേബ് 40 വയസ്സുള്ളപ്പോൾ ദൈവത്തിൻ്റെ ആമേൻ അഭിഷക്തരായ മോശ മുഖാന്തരം യഹോവയായ ദൈവം അരുളി ചെയ്തത് കാലേബ് കേട്ടു. 45 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ മറന്നു പോയില്ല.
ഈ സന്ദേശം കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരനെ, സഹോദരിയെ, വർഷങ്ങൾക്ക് മുൻപിൽ ദൈവം പറഞ്ഞതിന് നാം ഒരു പക്ഷേ മറന്നുപോയാലും എൻ്റെ ദൈവം മറന്നു പോകത്തില്ല. പ്രവചനം പറഞ്ഞ പ്രവാചകൻ മരിച്ചു പോയിട്ടുണ്ടാകാം, എന്നാൽ ദൈവത്തിൻ്റെ പ്രവചനം മരിച്ചു പോകത്തില്ല. ദൂത് പറഞ്ഞവർ, വെളിപ്പാട് പറഞ്ഞവർ മരിച്ചു പോകാം, എന്നാൽ ദൈവം മരിച്ചിട്ടില്ല. ജീവനോടുകൂടെ ഇരിക്കുന്ന ദൈവം ആമേൻ 45 വർഷങ്ങൾക്ക് ശേഷം അതിനെ നിവർത്തീകരിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. നാം വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരല്ല, വാഗ്ദത്തങ്ങളെ അറിയുന്നവരല്ല, അതിനെ അവകാശമാക്കുന്നവർ, അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ, അനുഗ്രഹത്തെ അവകാശികളാക്കേണ്ടവരാണ്. ആമേൻ, ഹല്ലേലൂയ. കാലേബിന്റെ ജീവിതത്തിൽ അവൻ ദൈവം നൽകിയ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. ഈ പകൽക്കാലം തലമുറയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് എൻ്റെ ദൈവം താങ്കളോട് പറഞ്ഞിരിക്കുന്ന ആ നല്ല വാഗ്ദത്തത്തെ ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാമോ? ഈ വർഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ആലോചന അപ്രകാരം തന്നെ നിവർത്തീകരിക്കപ്പെടും. പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ദൈവം താങ്കളോട് പറഞ്ഞതിനെ ദൈവം നിവർത്തീകരിക്കും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. രോഗക്കിടക്കയിലാണോ? വചനം വിളിച്ചു പറ. ആമേൻ. സാമ്പത്തിക ഞെരുക്കത്തിലാണോ? ജീവിതത്തിൽ ചുറ്റും പ്രതികൂലമാണോ? എന്നാൽ വിളിച്ചു പറയണം. അല്പം മുമ്പേ ആമേൻ എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസന്റെ സാക്ഷി ഞാൻ കേൾക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ മാതാവ് രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതി. 24 മണിക്കൂറിന് ശേഷം മരിച്ചു പോകും. അതുകൊണ്ട് ആംബുലൻസിൽ വീട്ടിൽ കൊണ്ടുപോകുക. 1989 വർഷത്തിൽ സംഭവിച്ചു. ആ പിതാവിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. 5ലും 8ലും പഠിക്കുന്ന 2 മക്കൾ. ഭാര്യ മരിച്ചു പോയാൽ, അമ്മ മരിച്ചു പോയാൽ മക്കൾ അനാഥകളായി മാറ്റപ്പെടും. എന്ത് ചെയ്യണമെന്നറിയാതെ, ക്രിസ്തുവിനെ അറിയാതെ നിലവിളിച്ച് കരയുന്ന ഒരു പിതാവ്. എന്നാൽ ട്രാക്ട് കൊടുക്കുന്നവർ ഹോസ്പിറ്റൽ വിസിറ്റേഷന് വന്നു. അവർ ഈ അമ്മയും കരയുന്ന പിതാവിനെയും കണ്ടു. അവരോട് ഒരു ദൂത് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറയും, എന്നാൽ ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റും, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. ആ അമ്മ ആ വാക്കിനെ വിശ്വസിച്ചു, അപ്പൻ ആ വാക്കിനെ വിശ്വസിച്ചു. അന്ന് രാത്രിയിൽ കർത്താവ് ആ മുറിക്കകത്തിറങ്ങി ആമേൻ ആ മാതാവിനെ സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. എന്തായാലും ആ സഹോദരൻ, അമ്മയുടെ മകൻ്റെ മൂത്ത മകനായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടില്ല, നാടുവിട്ടു പോകുവാനിടയായി. എന്നാൽ ഒരു ദിവസമായപ്പോൾ അപ്പൻ പ്രകാരം പറഞ്ഞു, എന്നോട് എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നു, എൻ്റെ മകൻ സുവിശേഷം പ്രസംഗിക്കുന്നവനായി തീരും. അപ്പൻ വിശ്വസിച്ചു, കേൾക്കപ്പെട്ട ദൂതിനെ വിശ്വസിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് മനോഹരമായ ഒരു ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. ആകാശം മാറിപ്പോകാം, ഭൂമി പോകാം, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. താങ്കളോട് പറഞ്ഞത് എത്ര വർഷമായാലും അത് കാലം ആമേൻ തെറ്റത്തില്ല, സമയം തെറ്റിപ്പോകത്തില്ല. ആമേൻ, ദൈവം നിശ്ചയിച്ച സമയത്തിൽ അത് നടക്കും. ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂത് വിളിച്ച് പറയട്ടെ, താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തീകരിക്കപ്പെടും. വാഗ്ദത്തങ്ങളെ നിങ്ങൾ കേൾക്കുന്നവരായി മാത്രമല്ല, അനുഗ്രഹത്തിന് വിളിക്കപ്പെട്ടവരായല്ല, അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറും. കാലേബ് അനുഗ്രഹത്തിൻ്റെ അവകാശിയായി മാറുവാൻ 1 അനുസരിക്കുന്നവനായിരുന്നു, 2 വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചവനായിരുന്നു. 3 യോശുവയുടെ പുസ്തകം 14 അധ്യായം 8 വാക്യം. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിയിരുന്നു. 2 കാര്യങ്ങൾ ഇവിടെ പറയുവാൻ കഴിയും. പലരും ജനത്തെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ, ജനത്തിന്റെ ഹൃദയത്തെ ഉരുകിപ്പോകുന്നത് പോലെ വാക്കുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ, കാലേബ് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തോട്
പറ്റി നിന്നു. ഈ പകൽക്കാലം നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കണോ? മറ്റുള്ളവർ പലതും പറയാം. ഏഷണി പറയുന്നവരുണ്ട്, അസൂയ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്, ഭിന്നതയുടെ സ്വരങ്ങൾ ഉയർത്തിവിടുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള ചിന്തയോടുകൂടെ അമ്പ് എയ്തു വിടുന്നത് പോലെ വാക്കുകളെ തൊടുത്തുവിടുന്നവരുണ്ട്. ഇവരുടെ നടുവിൽ നാം മാറി നിന്നുകൊണ്ട് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചിട്ട്, ദൈവം നൽകിയ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചിട്ട് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വാക്ക് മാറാത്തവരായി നമ്മുടെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി ദൈവം നമ്മെ മാറ്റും. ഇന്ന് ലോകത്തിൽ ഓരോ ദിവസങ്ങളിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല വാർത്തകളും ദുർവർത്തമാനങ്ങളായി മാറുകയാണ്. ദുർവർത്തമാനം പറയുന്നവർ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ഇറക്കുന്നവർ, ഇത് കാണുവാൻ പലർക്കും ഒരു രസമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പുറകിൽ പോകാതെ ആമേൻ ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട്, ദൈവവചനത്തോട് പറ്റി നിന്നുകൊണ്ട്, ദൈവം എൻ്റെ കാതുകളിൽ കേൾപ്പിച്ച ഓരോ വചനങ്ങളെയും എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്നുള്ള പ്രത്യാശയോടുകൂടെ നാം നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ദൈവം ആമേൻ നൽകിയ അനുഗ്രഹങ്ങളെ അവകാശമാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. മൂന്നാമതായി ആമേൻ ഹല്ലേലൂയ, കാലേബ് ദൈവത്തോട് പറ്റി നിന്നു. മറ്റ് മനുഷ്യരെ പോലെ, കൂടെ വന്ന സഹോദരന്മാരെ പോലെ ജനത്തിൻ്റെ ഹൃദയത്തെ ഉരുകിപ്പോകത്തക്ക നിലയിലുള്ള വാക്കുകൾ പറയാതെ ആമേൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. നാലാമതായി കാലേബിനെ കുറിച്ച് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്റെ മനോബോധ പ്രകാരം ഞാൻ മറുപടി പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചതല്ല പറഞ്ഞത്, സംശയത്തിന്റെ വാക്കുകളല്ല പറഞ്ഞത്. ഹൃദയത്തിൽ ദൈവവചനം കേട്ടപ്പോൾ ഒരു ഉറപ്പ്, ധൈര്യമുണ്ടായിരുന്നു. ആമേൻ. മരുഭൂമിയിൽ 40 സംവത്സരങ്ങൾ ദൈവം നടത്തിയ വിധങ്ങളെ കണ്ട കാലേബ്, ചെങ്കടലിനെ വിഭാപിച്ച ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തിയെ കണ്ട കാലേബ്, മാറയെ മധുരമാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ട കാലേബ്, ആമേൻ അമലേക്കിയരെ നശിപ്പിച്ച മോശയുടെ കരം ഉയർത്തപ്പെട്ടപ്പോൾ ദൈവം യുദ്ധം ചെയ്തത് കണ്ടതായ കാലേബ്, തീക്കൽപ്പാറയിൽ നിന്ന് ആമേൻ വെള്ളം പുറപ്പെടുവിച്ച ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട കാലേബ്, ഇന്നലകളിൽ ദൈവം നടത്തിയെങ്കിൽ ഇനിയും നടത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ എത്ര വലിയ മല്ലന്മാരുണ്ടെങ്കിലും, എത്ര വലിയ ആമേൻ അനാക്കിയ സൈന്യങ്ങളുണ്ടെങ്കിലും, എത്ര പ്രതികൂലമുണ്ടെങ്കിലും ആ നല്ല ദേശത്തെ, പാലും തേനും ഒഴുകുന്ന ദേശത്തെ ദൈവം നമുക്ക് അവകാശമായി തരും. നാം താമസിക്കേണ്ട, ഉടനെ ചെന്ന് ആ നമ്മുടെ നന്മയെ കൈവശമാക്കാമെന്നുള്ള വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാഹചര്യം നോക്കരുത്. ആമേൻ. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അല്ല വിശ്വസിക്കേണ്ടത്, മെഡിക്കൽ റിപ്പോർട്ടല്ല വിശ്വസിക്കേണ്ടത്, മനുഷ്യൻ പറഞ്ഞ വാക്കുകളല്ല, തലമുറയെ കുറിച്ച് ടീച്ചർ പറഞ്ഞതല്ല, പ്രിൻസിപ്പൽ പറഞ്ഞതല്ല, ആമേൻ ഹല്ലേലൂയ, ലോകത്തിലെ നേതാക്കന്മാർ പറഞ്ഞതല്ല. ഒരു പക്ഷേ ലോകം വിധി എഴുതാൻ ഇവൻ ഗുണം പിടിക്കത്തില്ല, ഈ തലമുറ രക്ഷപ്പെടത്തില്ല. നമ്മളെ തെറ്റിദ്ധരിക്കുന്നവർ ലോകത്തിലുണ്ട്. അവര് പറയുന്നതല്ല നാം കേൾക്കേണ്ടത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരുണ്ട്, ആമേൻ കുറ്റം പറയുന്നവരുണ്ട്. ആ വാക്കുകളൊന്നും കേൾക്കാതെ നാം ഹല്ലേലൂയ അനുഭവിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ കഠിനമായதாக ഇരിക്കാം. നമുക്ക് മുൻപിൽ നാം കടന്നു പോകുന്ന വഴികളിൽ എല്ലാം അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം. ഒരിക്കലും നമുക്ക് പുറത്തു വരുവാനുള്ള ആമേൻ പഴുതുകളില്ലാത്ത അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ വിശ്വാസത്തോട് പറയണം, ദൈവമേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ചെങ്കടലിൽ പാത തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അടയ്ക്കപ്പെട്ട വാതിലുകളെ, ഇരുമ്പ് ഓടാമ്പലുകളെ തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇതാ ഞാൻ നിന്റെ മുൻപേ പുറപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്റെ മുൻപേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അവചനത്തെ വിശ്വസിച്ചാൽ അനുഗ്രഹത്തിന്റെ അവകാശിയായി ദൈവം നമ്മെ മാറ്റും.
അടുത്തതായി അവൻ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6-10 വാക്യങ്ങൾ വായിച്ചാൽ 40 വയസ്സുണ്ടായിരുന്ന കാലേബ് ഇപ്പം 85 വയസ്സായി. എന്നാൽ ഇവിടെ ഒരു കാതലായ സംഭവം പറയട്ടെ. 40 വയസ്സിൽ കാലേബിന് എത്രമാത്രം അഭിഷേകമുണ്ടായിരുന്നു, എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു, എത്രമാത്രം ആരോഗ്യമുണ്ടായിരുന്നു, എത്ര ദൈവ സ്നേഹമുണ്ടായിരുന്നു. അല്പം പോലും കുറയാതെ 40 വയസ്സിൽ പ്രാപിച്ച കൃപ 85 വയസ്സിലും ഉണ്ടായിരുന്നു. അതേ കാലേബ് യോശുവയെ നോക്കി പറയുകയാണ്, മോശെ എന്നെ അയക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ ശക്തിയും ബലവും അഭിഷേകവും അതേ വിശുദ്ധ ജീവിതവും ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാഹചര്യം മാറിയത് കൊണ്ടോ ആമേൻ പ്രായം കൂടിയത് കൊണ്ടോ ആമേൻ നമ്മുടെ ജീവിതത്തിലെ ആയുസ് ആമേൻ വർദ്ധിപ്പിച്ചത് കൊണ്ടോ നമുക്ക് ആരോഗ്യത്തിൽ നഷ്ടം വരരുത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറവുകൾ വരരുത്. എബേസ്യ സഭയെ നോക്കി ദൈവത്തിൻ്റെ ആത്മാപ്രകാരം പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് നിന്നിൽ ഞാൻ ഒരു കുറവ് കാണുന്നു. നമ്മെ ദൈവം തൂക്കി നോക്കും. നമ്മെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ, നമ്മെ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നാം കുറവില്ലാത്തവരായി ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകുമാറാകട്ടെ. കാലേബ് ആ ശക്തി നഷ്ടപ്പെടാത്തവരായി ഒരു നല്ല പോരാളിയായി നിൽക്കുകയാണ്. അവസാനമായി കാലേബിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അവൻ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. ഓ, എനിക്ക് ഈ മല തരണം. ദൈവം എന്നോട് കൽപ്പിച്ച ഈ മല യോശുവയെ നീ തരണം. അടുത്തത്, അനാക്യർ അവിടെ ഉണ്ടെന്നും അനാക്യർ അവരെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഓ, ഉറപ്പുമുള്ളവ എന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു ഓ, കളയും. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ആ മലപ്രദേശമായ ഹെബ്രോനെ അവന് അവകാശമായി കൊടുത്തു. എത്ര മനോഹരമായ ഒരു സംഭവം. വാർത്തിക പ്രായമായി എന്ന് പറഞ്ഞ് ലോത്തിനെ പോലെ സമഭൂമി ചോദിക്കാതെ ദൈവം പറഞ്ഞ ആ വാക്തത്വം ഇത്ര പ്രായമായാലും ഞാൻ കൈവശമാക്കുമെന്ന് പറഞ്ഞ് കാലേബ് പോയി ആ മലപ്രദേശത്തെ തനിക്ക് അവകാശമായി മാറ്റി. ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂത് പറയുകയാണ്. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട്, വാർത്തിക പ്രായത്തിലായിരിക്കുന്ന പിതാവേ മാതാവേ, താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയട്ടെ. കുഞ്ഞേ, തങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവശബ്ദം പറയുകയാണ്. തന്നോട് പറഞ്ഞതിനെ ദൈവം നിവർത്തീകരിക്കും. താങ്കളോട് പറഞ്ഞ ഒരു വാക്യത്തിനും വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ ദൈവം നിവർത്തീകരിക്കുവാൻ സർവശക്തനാണ്. കാലേബ് അതിനെ വിശ്വസിച്ചു. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ അവകാശിയായി മാറി. ഈ പകൽക്കാലം നാം അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. നിവർത്തീകരിക്കപ്പെടാത്ത നന്മകൾ ഇതുവരെ സാധ്യമല്ല എന്ന് വിചാരിച്ചതിന് ദൈവം സാധ്യമാക്കുമാറാകട്ടെ. ഈ 2024 അവസാനിക്കുന്നതിന് മുൻപ് താങ്കളുടെ ജീവിതത്തിൽ ചില പുതിയ വഴികളെ, പുതിയ കൃപകളെ ദൈവം നൽകുമാറാകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ മേഖലകളിൽ, കുടുംബത്തിൽ, സഭയിൽ, ശുശ്രൂഷയിൽ, പഠനത്തിൽ, ജോലിയിൽ താങ്കൾ അനുഭവിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെട്ട് അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. സ്വർഗ്ഗത്തിലും ഭൂമിക്കും നാഥനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, കേൾക്കപ്പെട്ട ഈ ചിന്തകൾക്ക് മുൻപായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അനുസരിക്കുന്നവരായി, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നവരായി, മറ്റുള്ളവരോട് ചേരാതെ ഹൃദയത്തിൽ ബോധിപ്പിച്ചതുപോലെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായി, നല്ല വിശ്വാസമുള്ളവരായി, ദൈവത്തിൻ്റെ ഹല്ലേലൂയ പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്നവരായി ഞങ്ങളെ ദൈവം ഒരുക്കണമേ. എത്ര പ്രായമായാലും എത്ര വയസ്സായാലും ആ കൃപകളെ അല്പം പോലും കുറഞ്ഞു പോകാതെ ആമേൻ ഹല്ലേലൂയ വാർത്തകത്തിലും ബലം നൽകുന്നവരായി നിൽക്കുവാൻ ദൈവം സഹായിക്കണം. ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ടെ. വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നവരെ ദൈവം തുടരണം, സൗഖ്യമാക്കണം. ഈ സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാലും മഹത്വം കർത്താവിന് യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയുവാൻ മറക്കണ്ട. മേ ഗാഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.